നമസ്കാരം, ഞാൻ ഡോക്ടർ ഇൻല മേരി ജോബ്സൺ. അപ്പം നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് 2-3 ദിവസമായിട്ട് അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട്. അതെന്താണെന്നുള്ളതും ലൊക്കേഷൻ ചേഞ്ച് ആയതിൻ്റെ കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വന്യതയും അതുപോലെ തന്നെ അമിതവണ്ണും എങ്ങനെയാണ് ഒരു കണക്ഷൻ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഈ ഇൻഫെർട്ടിലിറ്റി, അതായത് വന്യത, നമ്മുടെ രാജ്യത്ത് 10 മുതൽ 15% വരെ കപ്പിൾസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി. ശരിക്കും പറഞ്ഞു വരികയാണെങ്കിൽ 6-ൽ ഒരാൾക്ക് ഇൻഫെർട്ടിലിറ്റി പ്രശ്നമുണ്ട്. ഇനി ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭാവിയിലേക്ക് വരാൻ പോകുന്ന ഒരു പ്രധാന പ്രശ്നം കൂടിയാണിത്. അമിത വണ്ണമുള്ളതും അതുപോലെ തന്നെ ഒരുപാട് മെലിഞ്ഞിരിക്കുന്നതും ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. പല റീസണുകളുകൊണ്ട് തടി വെക്കാം, പല റീസണുകളുകൊണ്ട് മെലിഞ്ഞിരിക്കാം. അത് ഓരോരുത്തരുടെ ബോഡി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷെ ബോഡി ഷേമിങ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ബയോളജിക്കലി പറഞ്ഞു വരുമ്പോൾ, അതായത് ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് പറഞ്ഞു വരുമ്പോൾ വണ്ണം അതിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾക്ക് പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് വണ്ണം കുറയ്ക്കണം എന്നുള്ളത്. പലപ്പോഴും ഒരാളുടെ പ്രശ്നം കാരണം ആയിരിക്കില്ല വണ്ണം വെക്കുക. പലപ്പോഴും നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് വണ്ണം വെക്കുന്നത് എന്നുള്ളത്. അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അതൊരു റീസൺ ആണ്. പക്ഷെ പല റീസണുകൾ കൊണ്ട് നമുക്ക് വണ്ണം വെക്കാം. പല അസുഖങ്ങൾ കാരണമായിരിക്കും, ഹോർമോണൽ ഇംബാലൻസ് കാരണമായിരിക്കും, ജെനറ്റിക്കലി വണ്ണം വെക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും അതൊരാളുടെ മിസ്റ്റേക്ക് അല്ല. പക്ഷെ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ വണ്ണം കുറയ്ക്കണം എന്ന് പറയുന്നു, ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് പോകുന്നത്. സ്ത്രീകളുടെ കാര്യം എടുത്ത് നോക്കിയാലും പുരുഷന്മാരുടെ കാര്യം എടുത്ത് നോക്കിയാലും ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു ഫാക്ടർ തന്നെയാണ് ഈ അമിതവണ്ണം. ഈ അമിതവണ്ണം ഉണ്ടാകുമ്പോൾ ബയോളജിക്കലായിട്ടും ഹോർമോണൽ പരമായിട്ടും നമ്മുടെ നോർമൽ ഫിസിയോളജിക്കൽ മെക്കാനിസത്തിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരികയും അത് കാരണം നമ്മുടെ നോർമൽ റീപ്രൊഡക്റ്റീവ് ഫങ്ഷനിൽ വ്യത്യാസം വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അമിതവണ്ണം കുറയ്ക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് സ്ത്രീകളുടെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈസ്ട്രജൻ്റെ അളവിൽ വളരെയധികം വലിയ വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ പല ഹോർമോൺസിൻ്റെ ആക്റ്റീവ് ആകാനായിട്ടാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾക്ക് ഫാറ്റ് ടിഷ്യൂസിന് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺസ് കൺവേർട്ട് ചെയ്യുന്നത് ആരോമറ്റൈസ് എന്ന് പറയുന്ന എൻസൈം ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് അമിതവണ്ണമാകുവാണെങ്കിൽ അത് ഈ ഹോർമോൺസിനെ വളരെയധികം ബാധിക്കും. അത് കാരണം ഈസ്ട്രജൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുകയും നമുക്കിപ്പോൾ ഈ സ്ത്രീകളിൽ അണ്ടം റിലീസ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഓവം റിലീസ് ആവണമെങ്കിൽ ഹൈപ്പോ തലാമസ് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സിഗ്നൽസ് ഒക്കെ അയച്ചിട്ടാണ് കറക്റ്റായിട്ട് ഓവുലേഷൻ സംഭവിക്കുന്നത്. ഈ ഓവം റിലീസ് ചെയ്യുന്നതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവിൽ വളരെയധികം കൂടുമ്പോൾ ഈ ഹൈപ്പോ തലാമസിൻ്റെ നോർമൽ ഫങ്ഷനിൽ വ്യത്യാസം വരികയും അവിടെ കറക്റ്റായിട്ട് ഓവുലേഷൻ നടക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഓവം റിലീസായി അല്ലെങ്കിൽ അവിടെ ഓവുലേഷൻ നടക്കില്ല. ഓവുലേഷൻ നടന്നില്ലെങ്കിൽ സ്പേം കാര്യങ്ങൾ വന്നാലും ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഇനി PCOSന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ PCOS അമിതവണ്ണം ഉള്ളത് കൊണ്ടും വരാം, അല്ലെങ്കിൽ PCOS ഉള്ളവർക്ക് അമിതവണ്ണവും വെക്കാം. ഇതൊരു ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം തന്നെയാണ് ഈ PCOS. ഈ PCOSലും അവരുടെ ശരീരത്തെ ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺസ് വളരെയധികം പ്രൊഡക്ഷൻ നടക്കും. അപ്പോഴും ഒന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് ഓവുലേഷൻ നടക്കില്ല, അല്ലെങ്കിൽ ഓവുലേഷൻ നടന്നാൽ തന്നെ അതൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആരോഗ്യമില്ലാത്ത ഒരു ഓവമായിരിക്കും റിലീസ് ആകുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചാലും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമ്മുടെ ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവ് വളരെയധികം കൂടുകയാണെങ്കിൽ ഇത് നമ്മുടെ ഓവറീസിൽ നിന്നാണ് ഓവം പ്രൊഡ്യൂസ് ആകുന്നത്. ഓവറീസ് എന്ന് പറയുന്നത് സ്ത്രീകളിലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഒരു ഓർഗനാണ്. അപ്പം ഇതിങ്ങനെ ഒരു പെയർ ഓഫ് ഓവറീസ് ആണുള്ളത്. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് ബ്ലഡിൽ ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ ഈ ഓവറീസിന് ഇത് ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യും. ഇത് ഒരുപാട് സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ ആൻഡ്രോജൻ എന്ന് പറയുന്ന പുരുഷ ഹോർമോൺ സ്ത്രീകളിൽ വളരെയധികം പ്രൊഡ്യൂസ് ആകും. അങ്ങനെ പ്രൊഡ്യൂസ് ആകുമ്പോൾ കറക്റ്റായിട്ട് 28 ദിവസത്തിൽ പീരീഡ്സ് വരില്ല, കറക്റ്റായിട്ട് ഓവുലേഷൻ സംഭവിക്കില്ല. അത് കാരണം ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ 3 റീസണുകളാണ് സ്ത്രീകളിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്ന പ്രശ്നങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ഈസ്ട്രോജൻ്റെ അളവ് വളരെയധികം കൂടുക, രണ്ടാമത്തേത് PCOS, മൂന്നാമത്തേത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇനി ഹോർമോണൽ ഇംബാലൻസ് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കുമ്പോൾ, അതായത് അമിതവണ്ണമുള്ള പുരുഷന്മാരിൽ
ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കും. ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൽ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം, ലിബിഡോ കാര്യങ്ങളൊക്കെ വളരെയധികം കുറയും. അതുപോലെ തന്നെ സ്പേമിൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും സ്പേം പ്രൊഡക്ഷനിലാണെങ്കിലും വളരെയധികം കുറവ് വരുന്നുണ്ട്. ഇത് കാരണം ഇൻഫെർട്ടിലിറ്റി സംഭവിക്കും. ഇത് ഒരു റീസണാണ്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഈ ലെപ്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് സെല്ല്, അതായത് ഫാറ്റ് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലെപ്റ്റിൻ എന്ന് പറയുന്നത്. ഈ ലെപ്റ്റിൻ ഹോർമോണാണ് നമുക്ക് ഹങ്കർ കാര്യങ്ങൾ, അതായത് വിശപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഹോർമോൺ. അപ്പോൾ അമിതവണ്ണമുള്ള പുരുഷന്മാരിൽ ലെപ്റ്റിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പോ തലാമസ് അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി, ഈ രണ്ട് പേർക്കും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണെങ്കിലും റിലീസ് ചെയ്യുന്നതിനും വലിയ പങ്കുണ്ട്. അപ്പോൾ അതിലൊരു വ്യത്യാസം വരികയും അത് കാരണം ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ അളവ് വളരെയധികം കുറയുകയും സ്പേമിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടും ഇൻഫെർട്ടിലിറ്റി സംഭവിക്കും. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വളരെയധികം കുറയുന്ന അവസ്ഥ. രണ്ടാമത്തേത് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺസ് അമിതവണ്ണം ഉള്ളവരിൽ ഇത് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം വരുന്ന ഹോർമോണൽ ഇംബാലൻസ്. ഇതാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്ന ഇൻഫെർട്ടിലിറ്റി റീസൺ, അതായത് അമിതവണ്ണമായിട്ട് കണക്ട് ചെയ്തിട്ട്. ഇപ്പം ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ത്രീകളിൽ വരുവാണെങ്കിൽ ഇത് ഓവുലേഷൻ ഒന്നില്ലെങ്കിൽ നടക്കില്ല. ഇനി അഥവാ നടന്നാൽ തന്നെ അതൊരു മെച്ചേർഡ് അല്ലാത്ത ഓവത്തിന് കാരണമാകുന്നുണ്ട്. അതായത് ഒട്ടും തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടായിരിക്കില്ല, അത് കറക്റ്റ് മെച്ചേർഡ് ആയിട്ടുണ്ടാവില്ല, കറക്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവില്ല. ഇനി സ്ത്രീകളിൽ ഇത് കാരണം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എൻഡോമെട്രിയൽ തിക്നെസ്സിൻ്റെ വ്യത്യാസം. ഈ എൻഡോമെട്രിയൽ തിക്നെസ് എന്ന് പറയുന്നത് യൂട്രസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഒരു ലെയറാണ്. ആ ലെയറിൽ കട്ടി കൂടുകയോ വളരെയധികം തിന്നാവുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചതിന് ശേഷം, അതായത് സ്പേമും ഓവും തമ്മിൽ കൂട്ടിച്ചേർന്നാലും ഇത് യൂട്രസുമായിട്ട് കണക്റ്റ് ആകണം. അത് കണക്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല. അല്ലെങ്കിൽ ഇനി പ്രഗ്നൻ്റ് ആയാൽ തന്നെ ചിലപ്പോൾ ഒരു മിസ്കാരേജിനുള്ള ചാൻസുകളും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അമിതവണ്ണം കാരണം ഹോർമോണൽ ഇംബാലൻസ് ആദ്യം സംഭവിക്കുന്നു, അതിനുശേഷം റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഇത്രത്തോളം വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. ഇനി പുരുഷന്മാരുടെ കാര്യം എടുത്ത് നോക്കാം. പൊതുവേ നമ്മുടെ ശരീരം കുറച്ച് വണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്പേം പ്രൊഡക്ഷനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. സ്പേം പ്രൊഡക്ഷൻ്റെ നമ്പറിൽ ബാധിക്കും, അതുപോലെ തന്നെ ക്വാളിറ്റിയിലും ബാധിക്കുന്നുണ്ട്. ഇനി ഹോർമോണൽ ഇംബാലൻസ് ബാധിക്കുമ്പോൾ ആ സ്പേമിൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്പറിലും, കൗണ്ട് എന്ന് പറയില്ല നമ്മൾ, സ്പേം കൗണ്ട്, അതിലും വളരെയധികം കുറവ് സംഭവിക്കുന്നു. അത് മാത്രമല്ല, ഇത് സ്പേമിൻ്റെ മോട്ടിലിറ്റിക്കാണെങ്കിലും ഇനി പ്രൊഡ്യൂസ് ആകുന്ന സ്പേംസ് കൂടുതലും അബ്നോർമൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മെറ്റബോളിക് റിലേറ്റഡ് ആണ്. ഇത് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരെയാണെങ്കിലും ഒരുപോലെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇൻസുലിൻ്റെ കാര്യങ്ങൾ, അതായത് നമ്മൾ ഒരുപാട് വണ്ണം ഉണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവ് വളരെയധികം കൂടുതലായി. ഇത് കാരണം ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കും. അതുപോലെ തന്നെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സ്, ഇതിനും ഒരു ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസിന് ഒരു കണക്ഷനാണ്. പിന്നെ ഉള്ള ഒരു പ്രശ്നമാണ് ഇൻഫ്ലമേഷനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും. ഇനി ഇൻഫ്ലമേഷൻ വളരെ കൂടുതലാണെങ്കിൽ ഈ പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസിൻ്റെ അളവ് വളരെയധികം കൂട്ടുകയും അത് കാരണം ഹോർമോൺസിൽ ഒരു വ്യത്യാസം വന്ന് ആ ഒരു സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൊക്കെ ഒരു പ്രശ്നം സംഭവിച്ച് ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ എംബ്രിയോയുടെ തന്നെ ഒരു കണക്ഷൻ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊന്നും നടക്കാതെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ്. അത് കാരണം നാച്ചുറലി കൺസീവ് ചെയ്യാനായിട്ടുള്ള ചാൻസുകൾ കുറഞ്ഞു വരികയും ചെയ്യും ഓക്സിഡേറ്റീവ് സ്ട്രെസ് വളരെയധികം കൂടുന്ന അവസ്ഥയിൽ. ഇപ്പം നാച്ചുറലി കൺസീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ട് പുതിയ ടെക്നോളജി ഉണ്ട്. ഇപ്പം നമുക്ക് മെഡിസിൻസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ IVF, അങ്ങനെ ഒരുപാട് ടെക്നോളജീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ അമിതവണ്ണം അതിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചെയ്താലും അതിൻ്റെ സക്സസ് റേറ്റ് കുറയാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഇത് നമുക്ക് യൂട്രസിലോട്ട് ആക്കിയാലും അത് അറ്റാച്ച് ചെയ്യേണ്ട, അതായത് യൂട്രൈൻ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യേണ്ട കാര്യത്തിലും
ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അത് മാത്രമല്ല, അമിതവണ്ണം ആകുമ്പോൾ അതിനനുസരിച്ച് മെഡിസിൻസിൻ്റെ ഡോസുകളും വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഹൈ ഡോസ് മെഡിസിൻസ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഡോക്ടേഴ്സ് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി എന്ന പ്രശ്നത്തിന് വണ്ണം കുറയ്ക്കാനായിട്ട് പറയുന്നത്. ഇത് സ്ത്രീകളെയും മാത്രമല്ല പുരുഷന്മാരെയും ബാധിക്കുന്ന കാര്യമാണ്, ഒരേപോലെ ബാധിക്കുന്ന കാര്യം. അപ്പോൾ ഇതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അവരോട് നോർമൽ BMIയിലോട്ട് വരാനായിട്ട് പറയുന്നത്. ഇനി വെയിറ്റ് കുറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ, അതായത് ഒരുപാട് ഡയറ്റുകളുണ്ട്, നിങ്ങളുടെ ശരീരത്തിന് അനുസരിച്ചുള്ള കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വെയിറ്റ് കുറയാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഈ പല പറഞ്ഞ പ്രശ്നങ്ങളും നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലിനിക്കൽ യോഗ കാര്യങ്ങളാണെങ്കിൽ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, മൈൻഡ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ടെൻഷൻ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് റിലാക്സ്ഡ് ആകാനായിട്ടും നമുക്ക് സാധിക്കും. ഇപ്പോൾ എനിക്ക് ക്ലിനിക്കിൽ വരുന്ന ഭൂരിഭാഗം പേഷ്യൻസിനുള്ള ഒരു പ്രശ്നമാണ് PCOS PCOD. അതിൽ കൂടുതൽ ആൾക്കാരെന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരും കൂടിയാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. നമുക്ക് പലപ്പോഴും സൈഡ് എഫക്റ്റുകളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതിലൂടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ പ്രേക്ഷകരോട് ആദ്യമേ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ആക്കിയെന്നുള്ളത്. നമ്മൾ ഇത്രയും നാളും ഹോം കൺസൾട്ടേഷൻ ആണ് ചെയ്തിരുന്നത്. നമ്മൾ പത്തനംതിട്ടയിൽ റാന്നി പെരുന്നാട്ടിൽ ചെയ്തിരുന്നു, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ എറണാകുളത്ത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് പുതുതായിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ക്ലിനിക്കാണ് നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. നമ്മൾ തുടങ്ങിയിട്ടില്ല, നമുക്ക് പണികൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലിനിക്ക് തുടങ്ങുന്ന ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ എന്തായാലും യൂട്യൂബിലൂടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ 2 ദിവസം എല്ലാ പ്രേക്ഷകർക്കും ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫ്രീ മെഡിക്കൽ ക്യാമ്പിൽ ഭാഗമാവണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. ഫ്രീ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ കൺസൾട്ടേഷൻ ചാർജ് മാത്രമല്ല ഫ്രീ ആക്കാനായിട്ട് നോക്കുന്നത്, മെഡിസിൻസും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വിശദമായി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കാനായിട്ട് മറക്കരുത്, പ്രീ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദിസ് ഇസ് ഡോക്ടർ ഇൻ ലാ മേരി ജോബ്സൺ സൈനിങ് ഓഫ്.